ഞാനിപ്പോൾ ഉള്ളത് വോൾസ് വാഗൻ അരേനയിലാണ്. ഇസ്താംബൂളിൽ തുർക്കിയിലെ വോൾസ് വാഗൻ അരേനയിലാണ് ഇന്ന് ലയോ 14 മാർപ്പാപ്പയുടെ പരിശുദ്ധ ബലി അർപ്പണം നടന്നത്. ഈ വോൾസ് വാഗൻ അരേനയിൽ ഏകദേശം 5800ഓളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയമാണ്. ഈ ഓഡിറ്റോറിയം മുഴുവനും ഫുൾ ആയിരുന്നുവെന്ന് അനേകം വ്യക്തികളിൽ തുർക്കിയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, യൂറോപ്പിന്റെ, ആഫ്രിക്കയുടെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നുമാണ് വ്യക്തികൾ ഇന്നത്തെ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ വന്നത്. ഞാൻ റോമിൽ 8 വർഷം മാർപ്പാപ്പയുടെ പലതരത്തിലുള്ള ബലികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ ബലിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം വിവിധങ്ങളായ റീത്തുകളിൽപ്പെട്ട കത്തോലിക്ക സഭയുടെ, അതോടൊപ്പം തന്നെ സഭ എക്യുമെനിക്കൽ വിഭാഗത്തിൽ നിന്നുള്ള അനേകം പ്രതിനിധികളും എല്ലാവരുമായി ഒന്നു ചേർന്ന ഈ ബലിയിൽ പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു. മാത്രമല്ല, ഈ ടർക്കിയിൽ, ഈ ഇസ്ലാം രാജ്യത്ത് ഇതുപോലെ വിപുലമായ ഒരു ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനായി സെക്യൂരിറ്റി ഗാർഡ്സായി അവരുടെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഏകദേശം 10 അടി ഉള്ളിലായിട്ട് തന്നെ, 15 അടിക്കുള്ളിലായിട്ട് തന്നെ മഫ്തിയില് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകളെല്ലാം ഇവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും ദിവ്യബലി എല്ലാവർക്കും വലിയൊരു അനുഭവമായിരുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ ഹർഷാരവത്തോടെയാണ് ലയോ 14 മാർപ്പാപ്പയെ എല്ലാവരും സ്വീകരിച്ചതും യാത്രയാക്കിയതും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ബലിയർപ്പണത്തിൽ ഇടതും വലുതുമായിട്ട് കോൺസെലബ്രേറ്റ് ചെയ്തത് ഇഷ്മീർ ആർച്ച് ഡയസിസിലെ ആർച്ച് ബിഷപ്പായ ഫാദർ ആർച്ച് ബിഷപ്പ് മാർട്ടിനും, അതുപോലെ തന്നെ തുർക്കി ഇസ്താംബൂളിലെ ഹോളി സ്പിരിറ്റ് കത്തീഡ്രലിലെ ഇൻചാർജുള്ള മാസ്മിലിയാനോ ബിഷപ്പുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ അനേകം കർദിനാൾമാർ, എടുത്തു പറയേണ്ടത് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ അഭിവന്യ ജോർജ് കൂവക്കാട് പിതാവ്, ഇന്റർ റിലീജിയസ് ഡയലോഗിന്റെ ഡെക്കാസ്ട്രിയുടെ ഹെഡാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഓറിയന്റൽ ചർച്ചസിന്റെ ഹെഡായിരുന്ന അഭിവന്യ കർദിനാൾ ഗുജറാത്തി പിതാവ്, അതോടൊപ്പം തന്നെ എക്യുമെനിക്കൽ പാട്രിയാർക്ക് ബർത്തുലമി ഒന്നാമൻ, അനേകം ആർച്ച് ബിഷപ്പ്മാരും ഒക്കെ പങ്കെടുത്തിരുന്നു. ഈ ഓഡിറ്റോറിയത്തിന്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ അവിടെയുള്ള പാട്ട് പാടുന്നത്, ഏറ്റവും മുകളിലായി ബാൽക്കണിയിൽ പാട്ട് പാടുന്ന ഗായക സംഘം, അതിന് തൊട്ടു താഴെയായി വൈദികരും സന്യസ്തരുമാണ് പങ്കെടുത്തത് ബലിയില്. ഈ ഓഡിറ്റോറിയത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിറഞ്ഞ് കവിഞ്ഞ് ജനങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് വലിയ അനുഭവത്തിൽ ഈ ബലിയിൽ പങ്കെടുത്തിരുന്നു. ഏകദേശം ബലിയർപ്പണം 5 മണിക്കാണ് ആരംഭിച്ചതെങ്കിൽ ഏകദേശം ഒരു 12 മണിയോടുകൂടി തന്നെ, മണിക്കൂറുകൾക്ക് മുമ്പ് വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരും ഇവിടെ എത്തി ഇതിൽ പങ്കെടുത്തിരുന്നു. ബലിയർപ്പണത്തിന്റെ മധ്യത്തിൽ പരിശുദ്ധ പിതാവ് ഐക്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. സഭകൾ തമ്മിലുള്ള ഐക്യം മാത്രമല്ല, മതങ്ങൾ തമ്മിലുള്ള ഐക്യം, മനുഷ്യരെല്ലാവരും സ്നേഹത്തിൽ, ഐക്യത്തിൽ ജീവിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പ്രത്യേകം മാർപ്പാപ്പ എടുത്തു പറയുകയുണ്ടായി. മാർപ്പാപ്പ ബലിയർപ്പണത്തിൽ സന്ദേശം നൽകിയതും ഐക്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു. ഏതായിരുന്നാലും മാർപ്പാപ്പയുടെ ബലിയർപ്പണത്തിന് ശേഷം ആ കുർബാനയിൽ നന്ദി പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ ഇവിടെയുള്ള തുർക്കി ജനതയ്ക്ക് സമ്മാനിച്ചത് ഒരു ചാലിസ് ആയിരുന്നുവെങ്കിൽ അതുപോലെ തന്നെ ഒരു ചാലിസ്, അതായത് തുർക്കിയിൽ 6 അപ്പസ്തോലന്മാരാണ് വചനം പ്രസംഗിച്ചിട്ടുള്ളത്. അന്ത്രയോസ്, പൗലോസ്, യോഹന്നാൻ, ഫിലിപ്പ്, അങ്ങനെ തുടങ്ങിയ 6 അപ്പസ്തോലന്മാരുടെ തിരുശേഷിപ്പുകൾ അടങ്ങുന്ന ഒരു ചാലിസ് മാർപ്പാപ്പയ്ക്ക് തിരിച്ച് സമ്മാനമായി ഈ രാജ്യത്തിന്റെ, തുർക്കിയുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ, എക്യുമെനിക്കൽ സമൂഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് മാർപ്പാപ്പയ്ക്ക് അവർ നൽകുകയുണ്ടായി. വലിയ ഹർഷാരവത്തോടെ കയ്യടിയോടുകൂടി തന്നെയാണ് അത് സ്വീകരിച്ചത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹോളി സ്പിരിറ്റ് കത്തീഡ്രലിലെ ബിഷപ്പ് മാസ്മിലിയാനോ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയ്ക്ക് നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോ, ഓരോ വാക്കുകൾ പറഞ്ഞപ്പോഴും, ഓരോ സെന്റൻസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ നന്ദിയാണ് പറഞ്ഞത്. കൈയടിച്ച് അവർ സ്വീകരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മന്ത്രിയായി എർദോഗനെ നന്ദിയോടുകൂടി, അദ്ദേഹം കടപ്പാടോടുകൂടി ഓർത്ത് ഈ പ്രത്യേകം അനുസ്മരിച്ച് നന്ദി പറഞ്ഞപ്പോൾ എല്ലാവരും വലിയ നന്ദിയോടുകൂടി, കരഘോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. ഈ തുർക്കിയിൽ ഇതൊരു ബലിയർപ്പണം മാത്രമായിരുന്നില്ല, അതൊരു സുവിശേഷ വേലയായിരുന്നു, സുവിശേഷ വൽക്കരണമായിരുന്നു.
കാരണം മാർപ്പാപ്പയുടെ ബലിയിൽ പങ്കെടുത്തത് ക്രൈസ്തവർ മാത്രമല്ല, കത്തോലിക്കൽ മാത്രമല്ല, മറ്റ് മത വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ, പോലീസ് ഓഫീസേഴ്സ്, ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ വചന പ്രഘോഷണം കണ്ടു, കേട്ടു, ഈ ബലിയിൽ പങ്കെടുത്തു. അത് തന്നെ ഇവിടെ വലിയൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ക്രിസ്തു നൽകിയ സ്നേഹത്തിന്റെ, രക്ഷയുടെ അനുഭവം ഈ മണ്ണിൽ അലയടിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ഈ ജനതയെ അനുഗ്രഹിക്കട്ടെ. തുർക്കിയിൽ ഇസ്താംബൂളിലെ വോൾസ് വാഗൻ അരേനയിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷനു വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.